നമസ്കാരം. ലാലേട്ടന്റെ അങ്ങനെ ഒരു സംഭവ ബഹുലമായ എപ്പിസോഡ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ലാലേട്ടന്റെ എപ്പിസോഡ് കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഈ കഴിഞ്ഞ ഒരാഴ്ചത്തെ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒരു അപഗ്രഥനം നടത്തി, അത്രേ നടന്നിട്ടുള്ളൂ. സോഷ്യൽ മീഡിയ പറഞ്ഞ മാതിരിയുള്ള എവിക്ഷൻ ഇന്ന് നടന്നിട്ടില്ല. ബിന്നി പുറത്തായി, രണ്ടു ദിവസം ഹോട്ടലിൽ താമസിക്കുമെന്ന് ബിന്നിയുടെ ഭർത്താവ് വരെ വന്ന് പറഞ്ഞു. അതൊക്കെ ഒരു തെറ്റായ പ്രവണതയാണ്. ബിന്നിയുടെ ഭർത്താവ് ഒരു ആർട്ടിസ്റ്റ്, ഒരു 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 നടനാണ്. അപ്പൊ അദ്ദേഹമൊക്കെ അത് പറയാന്ന് പറഞ്ഞാല് ഒരു നന്ദികേടായിട്ടേ എനിക്ക് തോന്നത്തുള്ളൂ. ഏഷ്യാനെറ്റ് പോലും അത് ഒരു എപ്പിസോഡ് വരുന്നതിന് മുമ്പ് പുള്ളി അവിടെ നിന്ന് പറയാന്ന് പറഞ്ഞാൽ മീഡിയയ്ക്ക് മുമ്പ് പറഞ്ഞ് ഞാൻ വിഷ്വൽ കണ്ടതാണ്. അത് തെറ്റാണ്. ബിന്നിയുടെ ഹസ്ബൻഡ് അങ്ങനെ ഒരു പ്രസ്താവന ചെയ്തത്. പിന്നെ സോഷ്യൽ മീഡിയയിലെ യൂട്യൂബേഴ്സ് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിന്നി അവിടെ പോയി ഇവിടെ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ രണ്ടു ദിവസം ഹോട്ടലിലാണെന്ന് ഹസ്ബൻഡ് തന്നെ പറഞ്ഞപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ വന്നു. പിന്നെ ഇന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഷാനവാസിന്റെ കഷ്ടകാലം പിടിച്ച ദിവസമായിരുന്നു. ഷാനവാസിനെ തേച്ചൊട്ടിച്ചെന്ന് വേണം പറയാൻ. ഷാനവാസിനോട് ഭയങ്കര കലിപ്പ്. കാര്യം എന്ന് വെച്ചാൽ ഒരു മഹാനടനാണ് മോഹൻലാല്. അദ്ദേഹം എത്രയോ പ്രാവശ്യം പറഞ്ഞു കൊടുത്തു ഷാനവാസിനടുത്ത്, നീ ഈ സ്ത്രീകളെ അഭിസംബോധന ചെയ്യും, നമ്മളൊരു വീട്ടിലും ഇങ്ങനെയാണോ വിളിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. വീട്ടിലും ഷാനവാസ് എല്ലാരെയും നീ എന്നാണോ വിളിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ ആണോ ഷാനവാസ് വീട്ടിലും ഇങ്ങനെയാണോ എന്ന് പലപ്പോഴും ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ. എന്ന് വെച്ചാൽ ഷാനവാസ് ലക്ഷ്മിയുടെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു മീശ വിരിച്ച് ഒരു ലാലേട്ടന്റെ സ്റ്റൈല്, വേൽമുരുകന്റെ വേലവന്റെ വേലായുധന്റെ റോൾ എടുക്കുക എന്നൊക്കെയാണ് പറഞ്ഞത്. മീശ വിരിച്ചൊക്കെ കൈലിയൊക്കെ ഉടുത്ത്, അതുപോലെ തന്നെ പുള്ളി ആ റോളിൽ നിന്ന് പുറത്തു വരുന്നില്ല, മുള്ളംകൊല്ലി വേലായുധന് എന്നുള്ള ഒരു സ്റ്റൈലാണ് ലക്ഷ്മി പറഞ്ഞത്. അത് ഏറെക്കുറെ സത്യമാണെന്ന് എനിക്കും തോന്നുന്നു. കാര്യം ഇവരുടെ ഒരു എന്തായാലും ശരി, ഒരു വീട്ടിലൊക്കെ ഒരു നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണെങ്കിൽ പോലും ഒരു റെസ്പെക്ട് വരത്തില്ലേ, സഹോദരങ്ങളാണെങ്കിൽ പോലും. ഇത് അതുപോലും ഇല്ലാത്ത രീതിയിലാണ് നീ എടാ പൊടാ വാ എന്നുള്ള ഒരു സ്റ്റൈലാണ്. പിന്നെ ഇതിനകത്തിലെ PR വർക്കിനെ കുറിച്ച് നല്ല രീതിയിൽ പറഞ്ഞു. മാരത്തൺ വർക്ക്, ടാസ്കിന്റെ കാര്യങ്ങള്, സീക്രട്ട് ടാസ്ക് പൊളിച്ചത് ആര്? സീക്രട്ട് ടാസ്ക് പൊളിച്ചത് ഷാനവാസ് ആണെന്നുള്ളത് 100% പബ്ലിക്കും ബിഗ് ബോസും ലാലേട്ടനും എല്ലാം അറിയാം. അതിന് ശരിക്ക് ഡോസ് കൂടും. പിന്നെ അതിനിടയ്ക്ക് ലക്ഷ്മി പറഞ്ഞ ഒരു ഡയലോഗ് വെച്ച് തിരിച്ച് ഷാനവാസ് അക്ബറിനെ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊന്നും ആകത്തില്ല. അപ്പൊ ഇപ്പോഴും ഒരു ടീം വർക്കുകൾ അവിടെ നടക്കുന്നുണ്ട് ചില കാര്യങ്ങളിലൊക്കെ. ശരിക്കും പറഞ്ഞാൽ ആ സീക്രട്ട് ടാസ്ക് കണ്ടപ്പോ നമുക്ക് തന്നെ തോന്നിപ്പോയി ആര്യൻ എങ്ങനെങ്കിലും ജയിക്കണം. ആര്യൻ എന്നുള്ള ലാസ്ഥാനത്ത് ഷാനവാസ് ആണേലും അനീഷ് ആണേലും നമ്മൾ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. ആ ടാസ്കിലോട്ടുള്ള ആ ഒരു സീക്രട്ട് ടാസ്ക് അന്നത്തെ ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ ഈ സീസണിലെ ഏറ്റവും നല്ലൊരു എപ്പിസോഡ്, നല്ലൊരു ദിവസം, ലൈവും നല്ലൊരു എപ്പിസോഡ് എന്ന് പറയാൻ ആ ഒരു ദിവസമാണ് എനിക്ക് തോന്നിയിട്ട്. സീക്രട്ട് ടാസ്ക് കൊടുത്ത ആ ഒരു ദിവസം, അതിനുശേഷമുള്ള എല്ലാം നമുക്ക് ഇത്രയും പല പല പ്രശ്നങ്ങൾ, അടിയും പിടിയും മറ്റുമൊക്കെ മനസ്സിൽ. പക്ഷെ അതല്ല, ഇതൊരു നല്ല ഒരു 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 എന്താ ഒരു സിനിമ കാണുന്ന ഫീൽ ഉണ്ടായിരുന്നു. എന്തായാലും ശരി, അങ്ങനെ ഈ സീക്രട്ട് ടാസ്ക് സംബന്ധിച്ചിട്ടല്ല എല്ലാവരെയും അഭിപ്രായങ്ങള് സ്വരുക്കൂട്ടുകയും അവരുടെ എല്ലാം ഈ ഓരോ അഭിപ്രായങ്ങൾ പുറത്തു കൊണ്ടുവരികയും ചെയ്യുകയാണ്. ഇനിയിപ്പോ ഇവരെ നന്നാക്കാൻ പറ്റത്തില്ലെന്ന് ലാലേട്ടനും അറിയാം. എന്നാലും ഇനിയിപ്പം ഈ കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യാനുള്ളൂ അദ്ദേഹത്തിന്. കാര്യം നോമിനേഷനില് രണ്ടുപേരെ അനീഷിനെ ഷാനവാസിനെ സേഫ് ആക്കിക്കൊണ്ട് ഇരുത്തിക്കൊണ്ടിരുന്ന എപ്പിസോഡ് തീരുമായിരുന്നു. അപ്പൊ PR വർക്കിനെ കുറിച്ച് പറയുമ്പം PR വർക്ക് അനുമോക്കുണ്ടെന്നുള്ള 16 ലക്ഷത്തിനുണ്ടെന്നുള്ള ഒരു പ്രൊപ്പഗണ്ട ശരിക്കും നടക്കുന്നുണ്ട്. അത് ഏറെക്കുറെ സത്യമാണ്. കാര്യം ഈ PR വർക്ക് എടുത്ത ആള് തന്നെ വന്ന് പറഞ്ഞു അനിമോടെ പൈസ ഇല്ല, അനിമോക്ക് അതിന്റെ ആവശ്യമില്ല, അനിമോക്ക് ഫാൻസ് ഗ്രൂപ്പുകൾ ഇഷ്ടം പോലുണ്ട്, അപ്പൊ അവിടെ മുതൽ സൂപ്പർ കോമഡി അവിടെ മുതൽ ഇങ്ങോട്ട് തുടങ്ങി അതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് തന്നെ ഒരു വലിയ കള്ളമാണ്. അയാൾ അങ്ങനെ അത്തരം ഒരാളെ കണ്ടെത്തിയെങ്കിൽ അത് സോഷ്യൽ മീഡിയ തന്നെയാണ്. അതിന് ആ കാര്യത്തിൽ സോഷ്യൽ മീഡിയ സമ്മതിച്ചു കൊടുക്കണം. അപ്പൊ അയാൾക്ക് 16 ലക്ഷത്തിന് കൊടുത്തില്ലെങ്കിലും എന്തെങ്കിലും ഒരു എമൗണ്ട് കൊടുത്തിട്ട് അനിമോടെ സംസാരത്തിൽ നിന്ന് ലാലേട്ടനുമായിട്ട് സംസാരിക്കണം പറഞ്ഞിട്ടുണ്ട്. PR വർക്കിന് തന്നെ പലരും സമീപിച്ചിരുന്നു. അപ്പം എന്തെങ്കിലുമൊക്കെ ഈ 50 ലക്ഷത്തിന് വീട് കിട്ടുകയാണെങ്കിൽ 10 ലക്ഷം 15 ലക്ഷം പോയാലെന്താ എന്നൊരു തോന്നൽ വരും. ചിലപ്പോ അങ്ങനെ ആയിരിക്കും എഗ്രിമെന്റ്, വല്ല തുച്ഛമായ എമൗണ്ട് കൊടുക്കുക, ബാക്കി അങ്ങനെയൊക്കെ ആയിരിക്കും. എന്തായാലും
പി ആർ വർക്ക് ഉണ്ട് എന്നുള്ളത് ബിഗ് ബോസിന് മനസ്സിലായി. ഒരു കാര്യം ഉറപ്പാണ്, പി ആർ വർക്കുമായിട്ട് ബന്ധപ്പെട്ട അലിഗേഷൻ വന്നിട്ടുള്ളവർക്ക് ഇപ്പൊ മെയിനായിട്ട് വന്നിരിക്കുന്ന അനുമോടെ കാര്യം, വിന്നിയുടെ കാര്യം. വിന്നിയാണ്ട് തീരുമാനമായി പോകുന്ന കാര്യത്തിന്. പിന്നെ അനുമോക്ക് ബിഗ് ബോസ് അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും ആ സ്ഥാനത്തേക്കുള്ള ഒരു ഇത് കൊടുക്കത്തില്ല, വിന്നർ ആക്കില്ല. അത് സംശയമൊന്നുമില്ല. കാര്യം ബിഗ് ബോസിനെ ചതിച്ചുകൊണ്ട്, ഏഷ്യാനെറ്റിനെ ചതിച്ചുകൊണ്ട് ആ ഒരു പി ആർ വർക്ക് ഉള്ളവർക്കൊന്നും കൊടുക്കാൻ സാധിക്കും. പിന്നെ അക്ബറിനും ഒക്കെ പി ആർ ഉണ്ടെന്ന് പറയുന്നു. എത്രത്തോളം സ്ട്രോങ് ആണെന്ന് നമുക്കറിയത്തില്ല. വോട്ടിങ്ങിലാണ് ഇപ്പോൾ കളി നടക്കുന്നത്. അനീഷാണ്. അനീഷിന്റെ വോട്ടിന് പി ആർ വർക്ക് ഉണ്ടെന്ന് അനീഷിനെ കുറിച്ച് അപവാദങ്ങൾ പറയുന്നെങ്കിലും പുള്ളി പി ആർ ഒക്കെ അറിയാം. പി ആർ അറിയാൻ വയ്യാന്നൊക്കെ പറഞ്ഞത് ബാലേട്ടനിൽ നിന്ന് പൊളിച്ചു കൊടുത്തു. പിന്നെ 3 ദിവസം മുമ്പ് ഇങ്ങോട്ട് കയറി വന്നത്, അതൊക്കെ ആ കാര്യങ്ങൾ പറഞ്ഞതെല്ലാം പൊളിച്ചു കൊടുത്തു. 12 ദിവസം മുമ്പേ ഏഷ്യാനെറ്റ് അറിയിച്ചാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ കള്ളം പറഞ്ഞ അനീഷിന്റെ ഒരു കള്ളവും കൂടെ ഇന്ന് അവിടെ പൊളിച്ചു. പക്ഷെ അനീഷ് ടാസ്ക് വൈസും അല്ലെങ്കിൽ വോട്ടിംഗ് ബേസിലും ഒക്കെ അനീഷിന്റെ ഗ്രാഫ് വളരെ മുന്നിലാണ്. അതുകൊണ്ട് തന്നെ അനീഷിനെ ഒന്നും വലിയ രീതിയിലൊന്നും കുറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും ഹൈ ഇതിൽ നിൽക്കുന്നു. പിന്നെ ഇനിയും വരുന്ന ഗെയിമുകളൊക്കെ ഈ മൈൻഡ് ഗെയിം ആണെങ്കിൽ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫൈനൽ ഗെയിം ഓഫ് മൈൻഡ് ഗെയിം ആണെങ്കിൽ 100% പിന്നെ അനീഷ് മുന്നേറും. അത്രയും ഇന്റലക്ച്വൽ ആയിട്ടുള്ള അതിനകത്ത് വേറൊരു കണ്ടസ്റ്റന്റ് ഇല്ല. പുള്ളി ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ എന്നുള്ളതല്ല, പുള്ളി ഒരു എഴുത്തുകാരനാണ്. മലയാളം ഭാഷ നല്ലപോലെ കൈകാര്യം ചെയ്താണ്, അറിവുണ്ട്. നേരത്തെ എന്തുവാ ഈ ചാനൽ ഇതൊക്കെ എന്തായിരുന്നു, ഒരു ക്വസ്റ്റ്യൻ പരിപാടി ഉണ്ട്, സൂപ്പർ ക്വസ്റ്റ്യനോ അങ്ങനെ പരിപാടിയിലൊക്കെ പോയൊക്കെയാണ്. അപ്പൊ മൈൻഡ് ഗെയിമിലാണ് ഈ പ്രാവശ്യം വിന്നറെ തീരുമാനിക്കുന്നെങ്കിൽ അത് അനീഷിന് പോകാനാണ് സാധ്യത. എന്തായാലും ശരി, അനുമോക്ക് ഇപ്പൊ ഒരു ഈ പി ആറിന്റെ പേരിൽ ഒരു പ്രശ്നം നേരിട്ടിട്ടുണ്ട് ഏഷ്യാനെറ്റിന്റെ ഭാഗത്തുനിന്ന് ഒരു പരിധിവരെയെങ്കിലും. പിന്നെ മാരത്തൺ വർക്ക് കുളവാക്കിയ അല്ലെങ്കിൽ അഭിനയിച്ചവരെ അഭിനന്ദിച്ചുകൊണ്ടും ഒക്കെ ഉള്ള കാര്യങ്ങൾ ലാലേട്ടൻ പറഞ്ഞു. അനുമോളെ നല്ല റോളായിരുന്നു. അനുമോളാണ് എല്ലാവർക്കും മേക്കപ്പ് ഇട്ട് കൊടുത്തതിന് ലാലേട്ടൻ പ്രത്യേകം നന്ദി പറഞ്ഞു. അതുപോലെ തന്നെ ഒരു കഥയില്ലാത്ത അക്ബറിന് പിന്നെ എന്റെ റോളിനെ കുറിച്ച് പരിഹസിച്ചു. അക്ബറിന്റെ ഒരു റോൾ, പുള്ളിക്ക് സിംഗറാണ്, ആക്ടിങ് ഒന്നും അറിയത്തില്ല. അനീഷിനും അത് തന്നെ. അനീഷ് എന്നാലും കുറെ ട്രൈ ചെയ്തിരുന്നു. അനീഷിന് ജോക്കറിന്റെ ആ വേഷത്തിന് വേണ്ടി ആ മൂക്കിലെ ആ ഒരു ബബിള് എടുത്ത് കളയാൻ വേണ്ടി ഷാനവാസും ഒക്കെ ഒത്തിരി പ്രാവശ്യം ശ്രമിച്ചു. ഷാനവാസ് സുഹൃത്താണെന്നൊക്കെ പറഞ്ഞാൽ ശരി, തകർക്കുന്ന ഒരു മൈൻഡ് അവനുണ്ട്, ഷാനവാസിനുള്ളിലുണ്ട്. ഉള്ളിൽ എന്തോ ഒരു ചെറിയ സംഭവം കിടപ്പുണ്ട്. അതാണ് അനീഷിനെ തകർക്കാൻ പല പ്രാവശ്യം മാരത്തോൺ ടാസ്കിൽ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ മായാമോഹിനി സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. ഈ ആഴ്ചത്തെ ആ ഒരു ഇങ്ങനെയുള്ള സീക്രട്ട് ടാസ്ക് മാരത്തോൺ നല്ല രസമായിരുന്നു. ഇത്രയും ആഴ്ചകളിലെ ഏറ്റവും നല്ല ഇതായിരുന്നു, ഏറ്റവും നല്ല സീക്രട്ട് ടാസ്ക് തന്നെ ആയിരുന്നു. ഒരു സിനിമ കാണുന്ന ഫീലാണ്. എന്തായാലും ശരി, അതിനുശേഷം നെവിനെ ഉദ്ദേശിച്ചമാതിരി ഒന്നും പെർഫോം ചെയ്യാൻ നെവിനും പറ്റിയിട്ടില്ല. അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കസ്തൂരി മറ്റേ ലക്ഷ്മി ചെയ്തത് അത്യാവശ്യം വൃത്തിയായിട്ട് ചെയ്തു. അവരെ ആവറേജ് എന്നേ ഉള്ളൂ, ബിലോ ആവറേജ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അതായിരുന്നു മാരത്തൺ വർക്കിനായിരുന്നു സീക്രട്ട് ടാസ്ക്. ഏഷ്യാനെറ്റ് കൊടുത്ത ഒരു ടാസ്ക് സീക്രട്ട് ടാസ്ക് ആണെന്ന് അറിഞ്ഞിട്ടും ഷാനവാസ് മനഃപൂർവ്വം പൊളിച്ചതാണെന്ന് ഒരു ഇത് വന്നു. അപ്പം തലേദിവസം കോയിൻ കൊടുത്ത നെവിനെ ചതിച്ചു എല്ലാം ചോദ്യം ചെയ്തു ലാലേട്ടൻ. നെവിൻ എന്തുകൊണ്ട്, നെവിൻ ഇത്രയും കോയിൻ കൊടുത്ത് പ്രൊട്ടക്ട് ചെയ്തിട്ട് എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ അത് അക്ബറാണ് അതിന് കാരണക്കാരൻ. അക്ബറും ഷാനവാസും കൂടെ ശത്രുതയിലാണ്. ഇന്ന് ലക്ഷ്മി ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ആ ഒരു കാര്യം പറഞ്ഞത്. ഇത് മനഃപൂർവ്വം പൊളിക്കാൻ, ആര്യനെ കിട്ടാതിരിക്കാൻ വേണ്ടി അക്ബർ കളിച്ച കളിയാണെന്നാണ് ഇപ്പോൾ ലക്ഷ്മി പറയുന്ന ആരോപണം. അപ്പൊ നമ്മുടെ നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമുള്ള ചിന്തകൾ ഇവരൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു ത്രെഡ് കിട്ടുന്നത്. എന്തായാലും ശരി ആര്യന് ഇനി ആ ടാസ്ക് അത്രയും ഗംഭീരമായിട്ട് സാബു മോനെ ലാസ്റ്റ് ആ ബാത്റൂമിൽ നിന്ന് അനുമോള് കണ്ടുപിടിക്കുകയും, അനുമോള് ഒരു ഇന്റലക്ച്വൽ വർക്കാണ്, ഒരു മൈൻഡ് ഗെയിമറാണ്. അത് സമ്മതിച്ചു കൊടുക്കണം. അത് അതിന് താളുണ്ട് എന്നൊക്കെ പറഞ്ഞ ആ ഒരു സ്റ്റൈല് വളരെ നല്ലൊരു സീനായിരുന്നു. എന്തായാലും ശരി, അതിനകത്തില് വിജയിച്ചത് ആര്യൻ തന്നെയാണ്. ഈ സൂപ്പർ പവറോ മറ്റേ എന്തോ ഒന്നും അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞു കിട്ടില്ല. ലാലേട്ടൻ എന്തായാലും ഞാൻ വിചാരിച്ചു സൂപ്പർ പവർ വല്ലതും കൊടുക്കുമെന്ന്. നാളെ വല്ലതും കൊടുത്താലായി, എന്താണെന്ന് അറിയത്തില്ല. പിന്നെ ഷാനവാസിന് ഈ ഇടിപൊളി വിളി ശരിക്കും പറഞ്ഞു. ഈ ഒരു ബിഗ് ബോസ് കൊടുക്കുന്ന ഒരു ടാസ്ക് കുളവാക്കുക, സീക്രട്ട് ടാസ്കിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല എന്നാ പറഞ്ഞത്.
അപ്പൊ എന്ത് പറയാൻ, അയാളുടെ ഒരു നമ്പറായിട്ടാണ് ലാലേട്ടൻ അത് എടുത്തേക്കുന്നത്. എന്നാലും ശരി, അതിന്റെ നടന്ന ടാസ്ക് കംപ്ലീറ്റ് വീഡിയോ റീപ്ലേ ചെയ്യുന്നൊരു രംഗം ഉണ്ടായിരുന്നു. അക്ബർ പറയുന്നതും ബിഗ് ബോസ് പറയുന്നതും ആര്യന്റെ ഇതും സാബും മോൻ വരുന്നതും എല്ലാം കാണിച്ചു റീപ്ലേ കുറെ ചെയ്ത് കാണിച്ചു കൊടുത്തു. ഇതാണ് സംഭവം എന്നുള്ളത്. അപ്പോൾ അത് അന്നേ നമ്മൾ പറഞ്ഞാണ്, നമ്മുടെ ഒരു വീഡിയോയിൽ പറഞ്ഞാണ്, ഇത് ഷാനവാസ് മനഃപൂർവ്വം ചെയ്തതായിട്ട് തന്നെയാണ്. അത് തന്നെയാണോ അക്ബറിന്റെ ഉദ്ദേശം? അതാണോ ഷാനവാസിനെ സെലക്ട് ചെയ്യുന്നത്? ഇപ്പൊ ലക്ഷ്മി പറഞ്ഞപ്പോ നമുക്കും ഒരു ചിന്താഗതി കൂടിയിട്ടുണ്ട്. എന്താന്ന് ശരിയോ തെറ്റോ അറിയത്തില്ല. പിന്നെ വന്നിട്ടുള്ളത് നോമിനേഷനാണ്. നോമിനേഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പം എല്ലാവരും ഉണ്ടല്ലോ, മിക്കവാറും എല്ലാവരും വന്നിട്ടുണ്ട്. പോകണ്ടാത്തവരെല്ലാം ഇതിൽ വന്നിട്ടുണ്ട്. ഇത് കുരുപ്പിന്റെ പേരിൽ, അതായത് ഗ്രൂപ്പിസത്തിന്റെ പേരിലാണ് 2-3 പേര് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ അനീഷ് ഒന്നും ഈ ആഴ്ച ഒന്നും അങ്ങനെ വരേണ്ട ഒരാളാണോന്ന് ചോദിച്ചാൽ അല്ല. ഗ്രൂപ്പിസം കളികളും മറ്റേ ഷാനവാസ് തന്നെയാണോ ആത്മമിത്രമാണ് നോമിനേറ്റ് ചെയ്തേക്കുന്നത്. അതായത് ശരി, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കാര്യങ്ങളാണ്. ഇപ്പം ഒരു ആത്മമിത്രത്തിനെ അനീഷിനെടുത്ത് ചോദിക്കുന്നു, പ്രൊട്ടക്ട് ചെയ്യാൻ പറഞ്ഞ ആരെ ചെയ്യുമെന്ന് പറയുമ്പം ഞാൻ സംശയിച്ചു ഷാനവാസിന്റെ പേര് പറയത്തില്ലെന്ന്. ഷാനവാസിന്റെ പേര് പറഞ്ഞ അനീഷ്. ഉള്ളിന്റെ ഉള്ളിൽ ആ സ്നേഹമുണ്ട്, ആ ഒരു പേഷ്യന്റ് ആയിട്ടും അങ്ങനെ വരുന്നു, അല്ലെങ്കിൽ ഒത്തിരി സ്വപ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഷാനവാസിന്റെ പേര് പറഞ്ഞു. ഷാനവാസിന്റെ അടുത്ത് ലാലേട്ടൻ ചോദിച്ചപ്പോ പറഞ്ഞ അനുമോട്. അപ്പൊ പറഞ്ഞ് തെറ്റ് പറ്റിയിരുന്നു. അല്ല, ഇവർ രണ്ടുപേരും ഒഴിച്ച് അങ്ങനെ ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ലാലേട്ടൻ തന്നെ തിരുത്തി, അനീഷിന് ഇത്രയും വിശ്വസിച്ചിട്ട് ഷാനവാസ് പറയുന്നില്ല. അല്ലല്ല, 100% അനീഷാനാണ് സോറി എന്നൊക്കെ പറഞ്ഞ് ഏതായാലും തടി വീഴുന്നുണ്ട്. അങ്ങനെ എന്തായാലും ശരി, ഇന്നത്തെ എപ്പിസോഡിൽ അനീഷ് ഷാനവാസ് സേവ്ഡ് ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ മാതിരി, പിന്നീട് ഹസ്ബൻഡ് പറഞ്ഞ മാതിരി, ഇനിയിപ്പോ നമ്മളെന്തിനാ മറച്ചു വെക്കുന്നത്? നമ്മൾ ഇതൊക്കെ പറയുന്നതിനെതിരാണ്. പക്ഷെ ഒരു കണ്ടസ്റ്റന്റിന്റെ ഹസ്ബൻഡ് തന്നെ വന്നിട്ട് ഇന്ന് വീഡിയോ ഇട്ടിരിക്കുകയാണ്. പിന്നെ പുറത്തായി, ഹോട്ടലിലാണ് 2 ദിവസം ഇന്റർവ്യൂ ഒക്കെ ഉണ്ട്, അത് കഴിഞ്ഞ് വരുത്തുള്ളൂ. എന്താണ് ബിഗ് ബോസേ, ഇതൊക്കെ അടുത്ത ഒരു സീസൺ തുടങ്ങുമ്പോഴൊന്നും ഇവർക്കൊക്കെ കർശനമായ നിർദ്ദേശങ്ങൾ കൊടുക്കണം. ആ കുടുംബത്തിൽ നിന്ന് തന്നെ, അല്ലെ അവരുടെ കുടുംബത്തിന്റെ കൺട്രോൾ ചെയ്യുന്ന ഹസ്ബൻഡ് അല്ലേ പുള്ളി തന്നെ ഇതൊക്കെ പറയുന്നു പറഞ്ഞാൽ ബിഗ് ബോസ് ഒരു ഇച്ചിരൂടെ നോംസും കാര്യങ്ങളും എഗ്രിമെന്റും ഒക്കെ ഉണ്ടെങ്കിലും ഈ പൈസ കട്ടിയാണ്. ഇവരുടെ പോയി കഴിഞ്ഞ് ഇത്ര ദിവസം കഴിഞ്ഞ് പൈസ കൊടുക്കാവുള്ളൂ. ഇതിന് കോൺട്രാക്ട് ലംഘിക്കുകയാണെങ്കിൽ പൈസ കട്ടിയാണ് ഇവരുടെ. അതിനുള്ള വകുപ്പുകൾ ചെയ്യണം. എന്തിനാ ബിഗ് ബോസ് ഇവരെ ഇതുപോലുള്ള നന്ദിയില്ലാത്തങ്ങളൊക്കെ പിടിച്ചുകൊണ്ടിരുന്നത് ബിഗ് ബോസിൽ? ഇന്ന് തന്നെ ലാലേട്ടൻ ബിന്നിയെ പുറത്താക്കിയിട്ടില്ല, പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ബിന്നിയെ പുറത്താക്കി എന്നാ പറഞ്ഞത്. ബിന്നിയുടെ ഹസ്ബൻഡ് വന്നിട്ട് പറയുന്നത് പുറത്താക്കി. ഏഷ്യാനെറ്റ് പറഞ്ഞിട്ടില്ല ഈ കാര്യങ്ങൾ. അങ്ങനെ നന്ദികേട് കാണിക്കുന്ന കുറെ കണ്ടസ്റ്റൻസിനെങ്കിലും അടുത്ത പ്രാവശ്യമെങ്കിലും എടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.